ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന നൊബേൽ സമ്മാനങ്ങളുടെ സമയമാണിത്. ശാസ്ത്രത്തിനും സാഹിത്യത്തിനുമൊക്കെയുള്ള പുരസ്കാരങ്ങൾ ഓരോന്നായി പ്രഖ്യാപിച്ചു തുടങ്ങി. എന്നാൽ എല്ലാവരും കാത്തിരിക്കുന്നത് ഒന്നിനു വേണ്ടിയാണ്: സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. ഈ വെള്ളിയാഴ്ചയാണ് ആ പ്രഖ്യാപനം. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? വിജയത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളല്ല, മറിച്ച് ഒരാൾ പരസ്യമായി ഈ സമ്മാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാന ചർച്ച. അത് മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം ഇതാണ്: ഇത്രയധികം ആഗ്രഹിച്ച് പരസ്യമായി ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന ട്രംപിന് ഇത്തവണ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുമോ? സാധാരണ നൊബേൽ സമ്മാനത്തിന് പരിഗണിക്കപ്പെടുന്നവർ നിശബ്ദരായിരിക്കും. എന്നാൽ ട്രംപിന്റെ രീതി വേറെയാണ്. ഞാൻ നൊബേൽ സമ്മാനം നേടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു എന്ന് ഐക്യരാഷ്ട്രസഭയിൽ പോലും അദ്ദേഹം പ്രഖ്യാപിച്ചു. നിരവധി രാജ്യങ്ങൾക്കിടയിൽ താൻ സമാധാനം സ്ഥാപിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ട്രംപിന് പുരസ്കാരം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വാദിക്കുന്നവർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമതായി, അദ്ദേഹത്തിന് നോമിനേഷനുകൾ ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വർഷം ട്രംപിന്റെ പേര് നിർദ്ദേശിച്ചു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായി, ട്രംപിന്റെ അവകാശവാദങ്ങൾ. 7 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം കൂടി പരിഹരിച്ചാൽ അത് 8ാമത്തെ സമാധാന ഉടമ്പടിയാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. നൊബേൽ കമ്മിറ്റിയുടെ കണ്ണിൽ ട്രംപ് ഒരു നല്ല സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയില്ലെന്ന് പറയുന്നവരാണ് ഏറെയും. അതിന് പല കാരണങ്ങളുണ്ട്. നൊബേൽ കമ്മിറ്റി പരിഗണിക്കുന്നത് ശാശ്വതമായ സമാധാനവും രാജ്യങ്ങൾക്കിടയിലുള്ള നല്ല ബന്ധവുമാണ്. ട്രംപ് ഉണ്ടാക്കി എന്ന് പറയുന്ന സമാധാന കരാർ എത്ര കാലം നിലനിൽക്കുമെന്ന് കണ്ടറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വിഷയങ്ങളിൽ ട്രംപിനുള്ള നിഷേധാത്മക നിലപാടാണ്. ലോകം മുഴുവൻ ആശങ്കയോടെ കാണുന്ന ഒരു വിഷയത്തെ ഇത്ര ലാഘവത്തോടെ കാണുന്ന ഒരാൾക്ക് സമാധാനത്തിനുള്ള പുരസ്കാരം നൽകുന്നത് ശരിയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. മാത്രമല്ല, ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കയിലെ വിദ്യാഭ്യാസ ശാസ്ത്ര മേഖലയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ വർദ്ധിച്ചുവെന്നും വിമർശനങ്ങളുണ്ട്. ഇതെല്ലാം നൊബേൽ കമ്മിറ്റിയുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് 2009 അധികാരമേറ്റ് 9 മാസത്തിനുള്ളിൽ നൊബേൽ സമ്മാനം നൽകിയത് വലിയ വിവാദമായിരുന്നു. ഒരുപക്ഷെ ആ പുരസ്കാരമാവാം ട്രംപിനെ ഇത്രയധികം ഈ നേട്ടത്തിനായി പ്രേരിപ്പിക്കുന്നത് എന്നും നിരീക്ഷകർ പറയുന്നു. ട്രംപ് മാത്രമല്ല മത്സരരംഗത്തുള്ളത്. ഏതാണ്ട് 338 നോമിനേഷനുകളാണ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഭാര്യ യൂലിയ നവൽനയ, സുഡാനിലെ ദുരിതാശ്വാസ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മകൾ എന്നിവയെല്ലാം ശക്തരായ സ്ഥാനാർത്ഥികളാണ്. ഇവർക്കിടയിൽ ട്രംപിന്റെ സ്ഥാനം 3ാമതാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച എന്ത് സംഭവിക്കും? ട്രംപിനാണ് പുരസ്കാരം ലഭിക്കുന്നതെങ്കിൽ അത് ചരിത്ര സംഭവമായി അദ്ദേഹത്തിന്റെ അനുയായികൾ ആഘോഷിക്കും. ഒരുപക്ഷെ അത് കൂടുതൽ സമാധാന ചർച്ചകൾക്ക് അദ്ദേഹത്തിന് പ്രചോദനമായേക്കാം. മറിച്ച് പുരസ്കാരം ലഭിച്ചില്ലെങ്കിലോ? ഇത്രയധികം ആഗ്രഹിച്ച് പരസ്യമായി ആവശ്യം ഉന്നയിച്ച ഒരാൾക്ക് അത് നിഷേധിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ സാധ്യമല്ല. നൊബേൽ സമ്മാനത്തിന്റെ കാര്യത്തിൽ അവസാന നിമിഷം വരെ ഒന്നും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ സുവർണ പ്രഖ്യാപനത്തിനായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.